ഹായ് വെൽക്കം ടു ജൂനസ് കിച്ചൻ. പാൽ സ്രാവ് വെച്ചിട്ട് നല്ല വറുത്തരച്ചൊരു കറി ഉണ്ടാക്കി നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ഈ സ്രാവ് മീൻ ഇങ്ങനെ കറി വയ്ക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ്. അതിന് 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി നല്ലതുപോലെ റോസ്റ്റ് ആക്കിയിട്ട് അരച്ച് മാറ്റി വെക്കണേ. അപ്പോൾ വേറൊരു പാനിൽ അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവട്ടിട്ട് തേങ്ങ ഇട്ടിട്ട് നല്ലതുപോലെ റോസ്റ്റ് ആയതിനു ശേഷം അതും നല്ലതുപോലെ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ച് മാറ്റി വെക്കണം കേട്ടോ. ഈ സമയത്ത് വേറൊരു പാനും കൂടി എടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ലൈറ്റായിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചീൻ്റെ പീസും ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മുളകിൻ്റെ മസാല ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഈ മീനിൻ്റെ കറിക്ക് ആവശ്യത്തിനുള്ള പുളിക്ക് ഞാൻ കുടംപുളിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച പുളീൻ്റെ ആ പുളിപ്പൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഒന്ന് കുറുകി വരുന്ന സമയത്താണ് നമ്മളതിൽ മീൻ ഇട്ട് കൊടുക്കേണ്ടത്. മീൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ആ മസാല ആ മീനിലെല്ലായിടത്തും വരുന്ന വിധത്തിൽ അതൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് ഈ മീനൊന്ന് കുറുകി വരുന്ന സമയത്താണ് നമ്മളതിൽ തേങ്ങ ചേർക്കേണ്ടത്. അപ്പോൾ അത് നല്ലതുപോലെ കുറുകി വന്നിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. അപ്പോൾ നമുക്ക് നമ്മൾ തേങ്ങേൻ്റെ അരപ്പ് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങേൻ്റെ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ മീൻ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. ഈ സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ തൂവി കൊടുത്ത് കറിവേപ്പിൻ്റെ ഇല ഇട്ടാൽ പിന്നെ ഒന്നും പറയില്ല, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്രാവ് മീൻ കിട്ടി എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ.